അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസം മനോഹരമായ രണ്ട് ഉദാഹരണങ്ങളിലൂടെ വിവരിക്കുകയാണ് ഇന്ന് പഠിക്കുന്ന 17-ാമത്തെ ആയത്തിൽ. أنزل من السماء ماء فسالت أودية بقدرها فاحتمل السيل زبدا رابيا ومما يوقدون عليه في النار ابتغاء حلية أو متاع زبد مثله كذلك يضرب الله الحق والباطل فأما الزبد فيذهب جفاء وأما ما ينفع الناس فيمكث في الأرض كذلك يضرب الله الأمثال. أنزل من السماء ماء. അള്ളാഹു മാനത്ത് നിന്ന് മഴ ഇറക്കി, അള്ളാഹു മഴ വർഷിപ്പിച്ചു. ഫസാലത്ത് ഔദിയത്തുൻ ബി ഖദരിഹ. അപ്പോൾ താഴ്വാരങ്ങൾ അവയുടെ തോതനുസരിച്ചുകൊണ്ട് അതുമായി ഒഴുകി. ഫസാലത്ത് അപ്പോൾ ഒഴുകി, അപ്പോൾ ആ മഴവെള്ളവുമായി ഒഴുകി. ഔദിയത്തുൻ താഴ്വാരങ്ങൾ. വാദി എന്നതിൻ്റെ ബഹുവചനമാണ് ഔദിയത്തുൻ എന്നത്. താഴ്വാരങ്ങൾ, സമതലങ്ങൾ, വാലികൾ എന്നാണ് അർത്ഥം. മഴവെള്ളം ഈ താഴ്വാരങ്ങളിൽ പരന്ന് നിറഞ്ഞപ്പോൾ അത് ഒഴുകിപ്പോയി. ബി ഖദരിഹ, അതിൻ്റെ തോതനുസരിച്ച്, അതിൻ്റെ കഴിവനുസരിച്ച്. ഓരോ താഴ്വാരത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ തോതും കഴിവുമനുസരിച്ചു കൊണ്ട് വെള്ളം അതിലൂടെ ഒഴുകിപ്പോയി. സാധാരണ മഴ പെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മഴക്കാലം തുടങ്ങുമ്പോഴൊക്കെ ഉണ്ടാവുന്ന നാം കാണുന്ന സംഗതിയാണ് ഇവിടെ പറയുന്നത്. ഫഹ്തമലസൈലു, അങ്ങനെ ഒഴുക്ക് വഹിച്ചു കൊണ്ടുപോയി. സബദർ റാബിയൻ, അതിന് മുകളിലായിക്കൊണ്ട് നുരയും പതയും. ഭൂമിയിലുണ്ടായിരുന്ന അഴുക്ക് മഴവെള്ളം ഒഴുകിയപ്പോൾ അതിനു മുകളിൽ നുരയും പതയുമായിക്കൊണ്ട് ഒഴുകി. അതായത് മഴവെള്ളം ആ പ്രദേശത്തെ മണ്ണിനെ ശുദ്ധീകരിക്കുകയും അതിലെ ദുഷിച്ചവയൊക്കെ നുരയും പതയുമായി ഒഴുകുന്ന വെള്ളത്തിന് മുകളിലൂടെ പോവുകയും ചെയ്തു. ശുദ്ധവെള്ളം മണ്ണിലേക്ക് ഇറങ്ങുകയും പുഴയിലേക്കോ കടലിലേക്കോ ഒഴുകിപ്പോവുകയും ചെയ്യുന്നു. മുകളിലൂടെ ഒഴുകിയ നുരയും പതയും ഇല്ലാതായി പോവുകയും ചെയ്യുന്നു. അപ്പോൾ ബാക്കിയാവുന്നതും ഉപകാരപ്പെടുന്നതും ശുദ്ധ വെള്ളമാണ്. മുകളിലൂടെ ഒഴുകിയ നുരയും പതയും അഴുക്കുമല്ല. കൂടുതൽ വ്യക്തമായി മറ്റൊരു ഉദാഹരണം കൂടി പറയുകയാണ്. വമിമ്മ യൂഖിദൂന അലൈഹി ഫിന്നാർ, ജനങ്ങൾ തീ കത്തിച്ച് ചൂടാക്കുന്നുണ്ടല്ലോ, അതിൽ നിന്നും. ഇബ്തിഗാ ഹില്യത്തിൻ ഔ മതാഇൻ, ആഭരണങ്ങളോ ഉപകരണങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്. ജനങ്ങൾ ആഭരണങ്ങളോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടി ലോഹങ്ങൾ തീയിലിട്ട് ചൂടാക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ തീയിലിട്ട് ലോഹങ്ങൾ ഉരുക്കുമ്പോൾ അതിൽ നിന്നും സബദും മിഥ്ലുഹു, നേരത്തെ പറഞ്ഞതുപോലെയുള്ള നുരയും പതയും ഉണ്ടാവുന്നു. സ്വർണലോഹം ഉരുക്കി ഊതിക്കാച്ചി അതിലെ അഴുക്കും അതിൽ കലർന്ന മറ്റു വസ്തുക്കളും നീക്കിക്കളയുകയാണല്ലോ ചെയ്യാറുള്ളത്. ഇങ്ങനെ പൊന്ന് ഉരുക്കുമ്പോൾ അതിലെ ചെളിയും മറ്റും നുരയും പതയുമായി മുകളിലേക്ക് വരികയും ശുദ്ധമായ സ്വർണം താഴെ അവശേഷിക്കുകയും ചെയ്യുന്നു. കദാലിക യദ്രിബുല്ലാഹുൽ ഹഖ്ഖ വൽ ബാത്തിൽ, അള്ളാഹു സത്യത്തെയും അസത്യത്തെയും ഇങ്ങനെയാണ് ഉദാഹരിക്കുന്നത്. മഴവെള്ളം ഒഴുകുമ്പോൾ ഭൂമിയിലേക്ക് ആഴ്ന്നുപോയി ഉപകാരപ്പെടുന്ന ശുദ്ധവെള്ളമാണ് സത്യം. അതുപോലെ സ്വർണം ഊതിക്കാച്ചുമ്പോൾ അടിയിലൂറുന്ന ശുദ്ധ സ്വർണമാണ് ഉപകാരപ്പെടുക, അതാണ് സത്യം. എന്നാൽ രണ്ട് സന്ദർഭത്തിലും മുകളിൽ പൊന്തിവരുന്ന നുരയും പതയുമായ അഴുക്ക് ഉപകാരമില്ലാത്ത അസത്യമാണ്. ഫഅമ്മസ്സബദു ഫയദ്ഹബു ജുഫാഅ, എന്നാൽ ഒഴുക്കുവെള്ളത്തിന് മുകളിലുണ്ടാവുന്ന നുരയും പതയും ഉണങ്ങി വറ്റിപ്പോകും. അതുകൊണ്ട് ഒരു ഉപകാരമോ ഫലമോ ഉണ്ടാവാതെ അത് ഇല്ലാതായി നശിച്ചു പോകുന്നു. വഅമ്മാ യൻഫഉ നാസ, എന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഫയംകുതു ഫിൽ അർളി, അത് ഭൂമിയിൽ അവശേഷിക്കുന്നു. ഈ പ്രകൃതിപരമായ പ്രതിഭാസം വിശദീകരിക്കുന്നതിലൂടെ സത്യം മനുഷ്യന് ഉപകാരപ്പെടുന്നതും അടിസ്ഥാനമില്ലാതെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത് മനുഷ്യന് യാതൊരു ഉപകാരവും ചെയ്യാത്ത നിഷ്ഫലമായി പോകുന്ന അസത്യങ്ങളാണെന്നുമാണ് പറയുന്നത്. സത്യവും അസത്യവും തമ്മിൽ സംഘട്ടനമുണ്ടാവുമ്പോൾ സത്യത്തിനു മീതെ പൊന്തി വരുന്ന അഴുക്കായി അസത്യം പുറന്തള്ളപ്പെടുക തന്നെ ചെയ്യും. കദാലിക യദ്രിബുല്ലാഹുൽ അംസാൽ, ഇപ്രകാരമാണ് ഉദാഹരണങ്ങളിലൂടെ അള്ളാഹു കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നത്.
ഈ ഉദാഹരണങ്ങളിലൂടെ ആളുകൾക്ക് യാഥാർത്ഥ്യം എത്രയും പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കുന്നു. അത്രയ്ക്കും സ്പഷ്ടമായിട്ടാണ് അള്ളാഹു ഇത് വിവരിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അധാർമികതകളും മറ്റെല്ലാ ദുർനടപടികളും ഉണ്ടായിരിക്കെ സത്യസന്ദേശം അതിനിടയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ അധാർമികതകളെയും തട്ടിമാറ്റി പുറന്തള്ളി മനുഷ്യ മനസ്സുകൾക്ക് കരുത്തു പകരാനുള്ള ശക്തി സത്യസന്ദേശത്തിനുണ്ട്. എല്ലാ ദുർനടപടികളും പുറന്തള്ളപ്പെട്ട് ഒടുവിൽ സത്യം മാത്രമാണ് അവശേഷിക്കുക എന്ന സത്യമാണ് ഈ ഉദാഹരണങ്ങളിലൂടെ അള്ളാഹു വിശദീകരിച്ചു തരുന്നത്. സത്യമാർഗത്തിൽ ഉറച്ചു നിന്ന് അന്തിമ വിജയം നേടുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നാം പരിശുദ്ധ റമളാൻ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഖുർആൻ്റെ മാസമാണല്ലോ റമളാൻ. ഖുർആൻ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. റമളാൻ്റെ ഗുണങ്ങൾ പരമാവധി നേടിയെടുക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.